ആറന്മുളയിലെ തിരുവോണത്തോണി മുങ്ങി. തോണിക്ക് ദ്വാരം വീണതാണ് അപകടത്തിന് കാരണമെന്നാണ് വിമർശനം. ദേവസ്വം ബോർഡിന്റെ പരിചരണമില്ലായ്മയാണ് തോണിയുടെ കേടുപാടിന് കാരണമായത്. തിരുവോണത്തോണിയുടെ മണ്ഡപത്തിന്റെ മകുടം ഇളകിപ്പോയി. 2022 നിർമ്മിച്ചതാണ് പുതിയ തിരുവോണത്തോണി. വിവരങ്ങൾ ഗോകുൽ രമേശ് നൽകും. ഗോകുൽ, പ്രതിക്കൂട്ടിലായിരിക്കുന്നത് ദേവസ്വം ബോർഡ് തന്നെയാണ്. ഈ അപകടത്തിന് കാരണം എന്തായിരുന്നു? എന്താണ് ഉയരുന്ന ആക്ഷേപങ്ങൾ? അതായത് ഈ ആറന്മുളയിലെ തിരുവോണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് തിരുവോണത്തോണി എന്ന് പറയുന്നത്. ആ തിരുവോണത്തോണിയാണ് തിരുവോണ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇത്തരത്തിൽ പമ്പയാറ്റിൽ മുങ്ങിയിരിക്കുന്നത്. ആ തോണിക്ക് ദ്വാരം വീണ് ആണ് തോണി മുങ്ങിയതായിട്ടുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ മുങ്ങിയതിനു ശേഷം തോണിക്ക് സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ മകുടം അടക്കം ഇളകിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ പരിചരണക്കുറവാണ് ഇത്തരത്തിൽ തോണിക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള കാരണമെന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിമർശനം. 2022 ഈ ഒരു പുതിയ തിരുവോണത്തോണി നിർമ്മിച്ചത്. അതിനു മുമ്പ് മറ്റൊരു തോണിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് നാശനന്മകമായ സാഹചര്യത്തിലാണ് പുതിയ തോണി നിർമ്മിക്കുകയുണ്ടായത്. എന്തായാലും ഇത് കൃത്യമായിട്ട് പരിചരണമില്ലാത്തത് മൂലമാണ് ഈ രീതിയിൽ പമ്പയറ്റിൽ കെട്ടിയിട്ടിരുന്ന വള്ളം ഇന്ന് രാവിലെയാണ് മുങ്ങിയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. എന്തായാലും തിരുവോണത്തിന്റെ തലേദിവസം ഉത്രാടം നാളിലാണ് ഈ തിരുവോണത്തോണി കാട്ടൂർ ഇല്ലത്തിൽ നിന്നും തിരുവാറന്മുള അപ്പനുള്ള ഓണം വിഭവങ്ങളുമായിട്ട് അല്ലെങ്കിൽ ആറന്മുള ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് ആറന്മുളയിലെ. മങ്ങാട്ട് ഭട്ടതിരിയാണ് ഈ തിരുവോണത്തോണിയിലേറി കാട്ടൂർ ഇല്ലത്തിൽ നിന്നും തിരുവോണ വിഭവങ്ങളുമായിട്ട് ആറന്മുളയിലേക്കുള്ള യാത്ര നടത്തുന്നത്. എന്തായാലും ആ ചടങ്ങുകൾക്ക് ദിവസങ്ങൾ മാത്രം ഇനി ശേഷിക്കുകയാണ്. ഇത്തരത്തിൽ തിരുവോണത്തോടിക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതിനെ കരയിലെത്തിച്ച് അതിന്റെ കേടുപാടുകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളതായിട്ടാണ് ദേവസ്വം ബോർഡ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി ഗോകുൽ, എന്തായാലും തിരുവോണത്തോണി മുങ്ങി അതിന് കാരണമായി പറയുന്നത് ഇത്തരത്തിൽ ദ്വാരം വീണതാണ്. ആ ദ്വാരം വീഴാൻ കാരണമെന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയാണ്, അവരുടെ പരിചരണമില്ലായ്മയാണ് എന്നുള്ളതാണ് ആക്ഷേപം. എന്തായാലും ഇനി തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അത് വലിയ നിരാശ, ഒപ്പം തന്നെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഗൂഗിളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.